അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ബ്രെഡ് ടോസ്റ്റ് ആണ്. വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു പിഞ്ച് പട്ട പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്, 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് മധുരമുള്ള ഒരു റെസിപ്പിയാണ്. അതൊന്ന് അടിച്ച് പതപ്പിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കാച്ചിയ പാലാണ് ഒഴിക്കുന്നത്. എന്നിട്ടും നന്നായിട്ടൊന്ന് പതപ്പിച്ച് അടിച്ചെടുക്കാം. ഇതൊന്ന് ഏകദേശം റെഡിയായി കഴിഞ്ഞാൽ വലിയൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റാം. 1/2 ടീസ്പൂൺ നെയ്യ് ചൂടായി വരുന്ന ഒരു പാനിലേക്ക് ചൂടാവാനായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് 2 സൈഡിലും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പാനിലിട്ട് 2 സൈഡും മൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അടുത്ത സൈഡിലേക്ക് മറിച്ചിടാം. ഇതിപ്പോൾ 2 ബ്രെഡ് ചെയ്യാനുള്ള കൂട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. വലിയ സാൻഡ്വിച്ച് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണേ കിട്ടുള്ളൂ. ചെറിയ ബ്രെഡാണെങ്കിൽ 3 എണ്ണം വരെ ഈ അളവിൽ ചെയ്തെടുക്കാം. അടുത്ത ബ്രെഡും അതുപോലെ തന്നെ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നെയ്യിൽ ചെയ്യുമ്പോഴാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഹണി ഒഴിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.